ധന്യ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇക്കാര്യത്തിൽ ചൈന എപ്പോഴും ഒരുപടി മുന്നിലാണ്. ഇപ്പോൾ ചൈനയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ഏറ്റവും ഒടുവിലത്തെ വിവരം എന്തൊക്കെയാണ്? ഈ ചൈന ഒരു വലിയ സാമ്രാജ്യം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എത്രമാത്രമാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ എങ്കിലും ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ ഒരു വിദൂര പട്ടണം ഇന്ന് ആ രാജ്യത്തിന്റെ സ്വപ്നങ്ങളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ ഭീമാകാരമായ ഡേറ്റാ സെന്ററുകൾ ഉയർന്നു വരുന്നു. 2030 ലോക നേതൃത്വം കൈവശപ്പെടുത്താനുള്ള ചൈനയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത വിശാലമായ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഭാഗമാണ് ഇവയെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു യുയൂർ പ്രദേശത്തിന്റെ ആ ഒരു പ്രദേശത്താണ് ഈ സാമ്രാജ്യത്തിന്റെ ഡാറ്റാ സെന്ററുകൾ ഉയർന്നു വരുന്നതെന്നും അത് 2030 ചൈനയുടെ കൈപ്പിടിയിലാകുമെന്നും ചൈന മറ്റൊരു തരത്തിലേക്ക് മാറും എന്നൊക്കെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഷിൻജിയാങ് ഇതാണ് വിവാദങ്ങളുടെ കേന്ദ്രം. ഈ മേഖലയായ ഷിൻജിയാങ് മുമ്പ് തന്നെ വിവാദങ്ങളാലും മനുഷ്യാവകാശ ലംഘനങ്ങളാലും അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെട്ട സ്ഥലമാണ്. വിദേശ മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തുന്നത് കർശന നിരീക്ഷണത്തിലാണ്. എന്നിരുന്നാലും ഇന്ന് ഈ മരുഭൂമി പ്രദേശം മേഖലയിൽ അമേരിക്കയെ മറികടക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ പ്രധാന കേന്ദ്രമായി പരിണമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ബ്ലൂബെർഗിന്റെ അന്വേഷണം വെളിപ്പെടുത്തുന്നത് ഈ ഡേറ്റാ സെന്ററുകളിൽ 1,15,000-ത്തിലധികം വിലമതിക്കപ്പെട്ട അമേരിക്കൻ ഡിസൈൻ ചെയ്ത ചിപ്പുകൾ ഉപയോഗിക്കാനാണ് പദ്ധതി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന രഹസ്യ കഥയാണ്. ഇത് എങ്ങനെ രഹസ്യം പുറത്തു വന്നു എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. ഇനി പറയുന്നത് ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ച ലാർജ് ലഗേജ് മോഡൽ ട്രെയിനിങ് ഹാൻഡ്വെയറുകൾ ഈ ചൈനയിലെ ഈ മരുഭൂമിയിലെ പ്രദേശത്തുണ്ട് എന്നാണ് പറയുന്നത്. 2022 മുതൽ അമേരിക്ക ഇവയുടെ ചൈനയിലേക്കുള്ള കയറ്റുമതി നിരോധിച്ചു. പ്രാദേശിക സർക്കാരിന്റെ അംഗീകൃത രേഖകളിൽ വലിയ തോതിലുള്ള പ്രോസസർ വാങ്ങൽ പദ്ധതികളിൽ പരാമർശിച്ചിട്ടുണ്ട്. നിയമപരമായി ലഭ്യമല്ലാത്ത ഈ ചിപ്പുകൾ കമ്പനികൾ എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇത് വെറും പ്രചാരണമോ അതോ ഇതിന് രഹസ്യമായ വിതരണ ശൃംഖലയുണ്ടോ എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. അമേരിക്കൻ സർക്കാരിന്റെ ലക്ഷ്യം വ്യക്തമാണ്: ചൈനയുടെ വളർച്ചയെ നിയന്ത്രിക്കുക. 2022 വിലക്കിയ ചിപ്പുകൾ ചൈനയ്ക്ക് എത്താതിരിക്കാനുള്ള ശ്രമം ഉണ്ടാക്കുക, കുറഞ്ഞ കാര്യക്ഷമതയുള്ള ചിപ്പുകൾ മാത്രം കയറ്റുമതി അനുമതി നൽകുക. ഇത് ചൈനയെ ഒരു തലമുറ പിന്നിലാക്കി നിർത്തുന്ന തന്ത്രമാണ്. ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ് സീക്ക് ലോകത്തെ അമ്പരപ്പിച്ച് നിയമപരമായി ചൈനയിൽ ലഭ്യമായ കുറഞ്ഞ കാര്യക്ഷമതയുള്ള ചിപ്പുകൾ ഉപയോഗിച്ച് തന്നെ വലിയ ഭാഷാ മാതൃകകൾ ട്രെയിൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് അവകാശവാദം. ഈ ഡീപ് സീക്കിന് രഹസ്യമായി ചിപ്പുകളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുമെന്ന് ചിലർ സംശയിക്കുന്നു. ഇതിനകം ഡാറ്റാ സെന്ററുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് ഉണ്ട് എന്നത് ഈ സംശയത്തെ ബലപ്പെടുത്തുന്നു. ഇനി ചൈനയുടെ സ്വന്തം ചിപ്പുകൾ ഇപ്പോഴും ഒരു തലമുറ പിന്നിലാണ്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിനായി 548 ബില്യൺ നിക്ഷേപ ഫണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കൻ നിലവാരത്തിലെത്തുക എന്നത് ചൈനയ്ക്ക് വളരെ പ്രയാസമാണ്. ചൈനയുടെ ലക്ഷ്യം കേവലം അമേരിക്കയെ പിന്തുടരുക മാത്രമല്ല, ലോക നേതാവായി മാറുക, ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ സാന്നിധ്യം ഉറപ്പിക്കുക, സ്വന്തം ഉൽപ്പന്നങ്ങളും സംവിധാനങ്ങളും ആഗോളമായി സ്ഥാപിക്കുക. ചൈനയിലെ മരുഭൂമിയിലെ ക്യാമ്പസുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. പദ്ധതി പ്രകാരം ഇവിടെ 1,15,000 ചിപ്പുകൾ എത്തിച്ചേരുകയാണെങ്കിൽ അത് അമേരിക്കൻ നിയന്ത്രണങ്ങൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ തെളിവായിരിക്കും. എന്നാൽ ഇതുവരെ ഇത്രയും വലിയ തോതിൽ വിലപ്പെട്ട ചിപ്പുകൾ ചൈനയ്ക്ക് ലഭ്യമാക്കുന്നതിന് കൃത്യമായ തെളിവൊന്നും അമേരിക്കയ്ക്ക് കണ്ടെത്താനായിട്ടില്ല. ചൈനയുടെ മരുഭൂമിയിലെ മെഗാപ്ലെക്സ് പദ്ധതി കേവലം അടിസ്ഥാന സൗകര്യ വികസനത്തിനപ്പുറമുള്ള കാര്യമാണ്. ഇത് ആഗോള സാങ്കേതിക മേധാവിത്വത്തിനുള്ള അസാധാരണമായ മുന്നേറ്റത്തിന്റെ ഭാഗമാണ്. അമേരിക്കൻ നിയന്ത്രണങ്ങളെ മറികടന്ന് ചൈന എത്രമാത്രം മുന്നേറാൻ കഴിയുമെന്നത് ആഗോള ഭാവിയെ നിർണ്ണയിക്കുന്ന ഘടകമായിരിക്കും. സാങ്കേതിക വിദ്യയുടെ ഭൗതിക രാഷ്ട്രീയ അതിരുകൾക്കിടയിൽ നടക്കുന്ന ഈ പോരാട്ടത്തിന്റെ ഫലം ലോകത്തിന്റെ ഡിജിറ്റൽ ഭാവിയെ തന്നെ നിർണ്ണയിക്കും എന്നാണ് പറയുന്നത്. ഈ ചൈനയുടെ സാമ്രാജ്യം അമേരിക്ക ഭയപ്പെടുന്ന എന്തിനാ? സാമ്രാജ്യം എന്നല്ലെങ്കിൽ സാങ്കേതിക വിദ്യ അത് ഏത് രാജ്യം ഉണ്ടാക്കിയാൽ പോലും, അമേരിക്കയല്ല, ചൈനയല്ല, ഇനി ഏത് ഉഗാണ്ട ഉണ്ടാക്കിയാൽ പോലും ഇത് മറ്റേത് രാജ്യവും കരുതലോടെ കാണണം. കാരണം എന്ന് പറയുന്ന അനന്ത സാധ്യതകളുള്ളൊരു മേഖലയാണ്. മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറം കമ്പ്യൂട്ടർ ചിന്തിച്ചാൽ എന്തായിത്തീരും. നമുക്കിപ്പോൾ കവിത എഴുതാൻ അറിയാൻ മേലാത്തവർക്ക് കവിത എഴുതി തരുന്ന ഒരു സംഗതി മാത്രമല്ല
AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വളരെ സങ്കീർണമായ ശസ്ത്രക്രിയ പോലും സാധ്യമാണ് ഇന്ന്. ഇപ്പോൾ ഈ തലയോട്ട് തുറന്നുള്ള ശസ്ത്രക്രിയ പോലും റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റുന്ന AI സാങ്കേതിക വിദ്യ ഇപ്പോൾ നമുക്കിടയിലുണ്ട്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, AIയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും നടക്കുന്നുമുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറം AI സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞാൽ, അത് മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറം ആ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞാൽ ഈ AI മനുഷ്യനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലോട്ട് എത്തും. നിലവിൽ മനുഷ്യൻ്റെ ആജ്ഞാനുവർത്തി മാത്രമാണ് AI. പക്ഷേ കുറച്ചുകൂടി കാലം കഴിഞ്ഞ് വരുമ്പോൾ ഈ AI പറയുന്നതിനൊപ്പിച്ച് മനുഷ്യൻ നീങ്ങേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങളെത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇപ്പോൾ ഈ AI ഉപയോഗിച്ച് സമാധാനം മാത്രമല്ല, യുദ്ധവും സാധ്യമാണ്. ഇപ്പോൾ വലിയ നിർണായകമായ യുദ്ധോപകരണങ്ങൾ മുതൽ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നത് വരെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പലയിടങ്ങളിലും പല നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയെ പോലുള്ള രാജ്യം തീർച്ചയായിട്ടും കരുതലെടുക്കണം. അമേരിക്ക തീർച്ചയായിട്ടും. ചൈന എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം അതിൻ്റെ യഥാർത്ഥ ചിത്രം എന്തെന്ന് ഇതുവരെ ലോകത്തിന് മുമ്പിലില്ല. അവരൊരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് രഹസ്യമായി ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഇങ്ങനൊരു സംഗതി ചൈനയിൽ ഉണ്ടായിരുന്ന നാട്ടുകാർ അറിയുള്ളൂ. അപ്പോൾ അവർ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതീവ ഗൗരവ സ്വഭാവമുള്ളതായിരിക്കണം. ഇപ്പോൾ പറയുന്നത് അവിടെ ഒരു AI സിറ്റി അവരുണ്ടാക്കുന്നതാണല്ലോ. അമേരിക്കയിൽ ഇതേപോലെ ഏരിയ 51 എന്നും പറഞ്ഞൊരു സങ്കേതമുണ്ട്. അവിടെയും ഈ രഹസ്യ സ്വഭാവമുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നതാണ്. അവിടെ എന്തോ അന്യഗ്രഹ ജീവികളുണ്ടെന്നൊക്കെയാണ് പ്രചരണം നടക്കുന്നത്. എന്നാലും അതൊരു സൈനിക മേഖലയാണ്. വളരെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഇടപാടുകൾ നടക്കുന്ന സ്ഥലമാണ്. സമാനമായ രീതിയിൽ ചൈനയിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വിജനമായ മരുഭൂമിയിൽ ജനവാസം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതീവ രഹസ്യമായ ഏത് പദ്ധതിയും ചൈനയ്ക്ക് അവിടെ നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോൾ AI ഉപയോഗിച്ച് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ തന്നെയാണോ അവിടെ നടക്കുന്നതെന്നും അറിയില്ല. ചിലപ്പോൾ അതീവ രഹസ്യ സ്വഭാവമുള്ള ആയുധങ്ങളുടെ വികാസമോ അതിൻ്റെ പരീക്ഷണമോ മറ്റോ ആയിരിക്കാം. ഏതായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുംകാല വർഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് മനുഷ്യൻ ഇന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയൊരു സാങ്കേതിക സംവിധാനമായിട്ട് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്.